മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ മോഡലായിട്ട് മാറണം. ആ ഒരു പൊസിഷനിലോട്ട് ഏറ്റവും അർഹരായ മെൻറ്റേഴ്സിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫാക്കൾട്ടി എന്നുള്ള പൊസിഷനിൽ എത്താൻ അവരാണ് എനിക്ക് റോൾ മോഡലായിട്ടുള്ളത്. എൻ്റെ പേര് അർഷിത, ഞാൻ വരുന്നത് മർക്കസ് മോഡലിൽ നിന്നാണ്. ഞാനിവിടെ ഗ്രാഫിക് ഡിസൈനിങ് സ്റ്റുഡൻ്റാണ്. ഞാൻ മുന്നേ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി BA അറബിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മന്ത് ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാൻ ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും സ്കിൽസ് മികച്ചതാണെന്ന് തോന്നിയോണ്ടാവണം ഞാൻ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും മികച്ച തീരുമാനം തന്നെ ആയിരുന്നു സ്കിൽസ് ചൂസ് ചെയ്തു എന്നുള്ളത്. അതിന് കാരണങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തെ കാരണം ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ മെൻറ്റർഷിപ്പായിരുന്നു. ഞങ്ങളെ മെൻറ്റേഴ്സ് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള മെൻറ്റേഴ്സിനെ കിട്ടിയെന്നുള്ളത്. ഒരു ടീച്ചർ എന്നുള്ള നിലക്കും ഒരു ട്രെയിനർ എന്നുള്ള നിലക്കും മിക്കവർക്കും ആവാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ മോഡലായിട്ട് മാറണം. ആ ഒരു പൊസിഷനിലോട്ട് ഏറ്റവും അർഹരായ മെൻറ്റേഴ്സിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിയാസ് സാറും ആസിഫ് സാറും. ഇപ്പോഴും ഞാൻ എന്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായാലും ഫുൾ സപ്പോർട്ടായിട്ട് സാർമാരുണ്ട്. ആൻഡ് ഞാൻ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഫാക്കൾട്ടി ആയിട്ട് വളാഞ്ചേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഫുൾ ഞാൻ ആസിഫ് സാറിനും നിയാസ് സാറിനാണ് അത് കൊടുക്കുന്നത്. കാരണം എനിക്ക് ആ ഫാക്കൾട്ടി എന്നുള്ള പൊസിഷനിൽ എത്താൻ അവരാണ് എനിക്ക് റോൾ മോഡലായിട്ടുള്ളത്. ആൻഡ് അടുത്തൊരു കാര്യം, ഇവിടെ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളെ സ്റ്റുഡൻസ് എന്നുള്ള നിലയിലല്ല ഞങ്ങളെ കണ്ടിട്ടുള്ളത്, പ്രൊഫഷണലായിട്ടാണ്. ഞങ്ങൾ ഓരോരുത്തരും ഇവിടുത്തെ പ്രൊഫഷണൽസ് ആണ്. അതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ കാണുന്ന സദസ്സ്. കാരണം ഇത്രയും അടിപൊളിയായിട്ട് ഓരോ സ്റ്റുഡൻസിനെയും അതിൻ്റെ കൃത്യതയോട് കൂടിയിട്ട് ഓരോ സ്ഥലത്ത് ഇരുത്തുകയും അതുപോലെ ഈ ഒരു പരിപാടിയിൽ ഒരുപാട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാനും സ്കിൽസ് ഹബിനും ഡിഫൈനിനും പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ സ്റ്റുഡൻസ് എല്ലാം മറിച്ച് പ്രൊഫഷൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവ്. ഓക്കെ, ആൻഡ് അടുത്തത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ വെറും ഒരു ഗ്രാഫിക് ഡിസൈനിങ് കരിയർ അല്ല എനിക്കിവിടുന്ന് കിട്ടിയിട്ടുള്ളത്. മറിച്ച് ഒരു ഇൻ്റർവ്യൂവിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ എസെൻഷ്യൽസ് വേണോ, അതുപോലെ തന്നെ എന്തൊക്കെ മെച്ചപ്പെടുത്തണോ, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലെന്തൊക്കെ മെച്ചപ്പെടുത്തണമോ അതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മുർഷിദ് സാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ വന്നതിന് ശേഷമാണ് അവിടെ വന്നതെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വലുതായിരുന്നു. ഞങ്ങൾക്ക് പിന്നീട് ഇൻ്റർവ്യൂസിൽ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാലിം സാർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം സ്കിൽസ് എത്രത്തോളം നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണെന്നുള്ളത്. ആൻഡ് സ്കിൽസിന് വേണ്ടി അതുപോലെ ഡിഫൈന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.